തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് ശാസ്ത്രീയമായി ഇത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാനുള്ള 100% ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം ശക്തമായി നിലനിൽക്കേണ്ടതിന്റെ അത്യാവശ്യ ഘടകം അത് നിലനിർത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. നിയമപരമായ ബാധ്യതയും ഭരണഘടനാപരമായ ബാധ്യതയുമാണ്. ഒരുപാട് കാലമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നതാണ് CCTV ദൃശ്യങ്ങൾ നൽകൂ എന്നത്, ഈ വോട്ടെടുപ്പിന്റെ CCTV ദൃശ്യങ്ങൾ നൽകൂ എന്നത്. പക്ഷേ നൽകാനാകില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതിപ്പോഴും തുടരുകയാണ്. ഇതുപോലെ തന്നെ മറ്റ് പല രേഖകളും ആവശ്യപ്പെടുമ്പോൾ അത് നൽകാൻ പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയ്ക്കാനുള്ളത് എന്നത് തീർച്ചയായും വലിയ ചോദ്യം തന്നെയാണ്. ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള സാഹചര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. ഇനി SIR ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരുപക്ഷെ ഈ ഹരിയാനയിലെ തട്ടിപ്പ് അതേപോലെ ബീഹാറിൽ നടപ്പാക്കുന്നുണ്ട് എങ്കിൽ അവിടെയും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ബീഹാറിൽ BJP ബീഹാർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും ഈ ഒരു വോട്ട് തട്ടിപ്പിലൂടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. അത് വളരെ ഗൗരവമായ വിഷയമാണ്, ഗൗരവമായ നിരീക്ഷണമാണ്. അപ്പോൾ വലിയ ആശങ്കയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, സുപ്രീം കോടതിക്കുണ്ട്. അതിനായി നമുക്ക്